ഈ നല്ല സമയത്തിൽ നിങ്ങളുമായി ചില ചിന്തകൾ കൂടെ പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. വളരെ തർക്ക മനോഭാവമുള്ള ഒരു വിഷയമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങളതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല ചില ചിന്തകളും പഠനങ്ങളും ഇതിൽ നിന്ന് ദൈവം നമുക്ക് നൽകി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പഴയ നിയമ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ഒരു സഭയെ നമുക്ക് കാണാൻ കഴിയും. പഴയ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം പിതാക്കന്മാർ. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിൽ നിന്നും വേർപെട്ടുപോയ ഒരു സഭ പുരാതന കാലത്ത് ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് സഭയ്ക്കകത്ത് ലോകം വന്നുപെട്ട അനുഭവത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മീയരാരെന്നും ജഡീകരാരെന്നും തിരിച്ചറിയാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് സഭ മാറ്റപ്പെട്ടപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു വിചിന്തനത്തിന്റെ ഭാഗമായി അനുഭവമായി ഇന്നത്തെ ചിന്താഗതികൾ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസികൾക്ക് ആഭരണം ധരിക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. വിഭിന്നമായ അഭിപ്രായങ്ങൾ ഈ സബ്ജക്റ്റിൽ ഉണ്ടായെന്ന് വരാം. എന്നാലും ഇത് എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഗൗരവമേറിയ എന്നാൽ വളരെ ലളിതമായ ഒരു വിഷയമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. പലരും ഇതിനെ തർക്കിച്ചും വാദിച്ചും ഗൗരവപരമായ വിധത്തിലേക്ക് മാറ്റുകയും എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് എത്രയോ ലളിതമാണെന്നും എത്രയോ നിസ്സാരമായ കാര്യമാണെന്നും ചിന്തിക്കാൻ നമുക്ക് കഴിയും. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആഭരണം ധരിക്കാമോ ധരിക്കാൻ കഴിയുകയില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം സത്യത്തിൽ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ശുശ്രൂഷകനോ നിങ്ങളുടെ ദേവദാസനോ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി അല്ല. ഇത് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് എന്നാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 3 ചോദ്യങ്ങളല്ല, 3 വാക്കുകൾ. ആ വാക്കുകളെ കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങളെ ഈ ഉത്തരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫോർ വാട്ട് അല്ലെങ്കിൽ വൈ എന്നുള്ളതാണ്. മൂന്നാമത്തത് വേർ എന്നുള്ളതാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഉറപ്പായും നമുക്ക് മറ്റേത് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നാമത്തെ ചോദ്യം ഹു എന്നുള്ളതാണ്. ഹു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹു ആം ഐ എന്നുള്ളതാണ് അതിന് ഉത്തരം എന്ന് പറയുന്നത്. ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് എന്നെ പലതിലേക്കും ഉത്തരത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഞാൻ ആരാണെന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയാത്തത്. ഒരു വിശ്വാസി എന്ന ലേബലിൽ മുൻപോട്ട് പോകുമ്പോഴും പേരിലല്ല, എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ ആരാണെന്നൊരു തിരിച്ചറിവ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും എന്ത് തീരുമാനമെടുക്കണമെന്നുള്ള ബോധ്യം, ഒരു വകതിരിവ്, തിരിച്ചറിവ് എനിക്ക് ലഭിക്കും എന്നുള്ളതാണ് സത്യം. ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ മകനായിട്ടാണെങ്കിൽ മകളായിട്ടാണെങ്കിൽ ആ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സത്യം എനിക്ക് ബോധ്യപ്പെടും. ഞാൻ അതിന് എതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ജീവിത മേഖലകളിൽ നിങ്ങൾ ആരാണെന്നൊരു ബോധ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് അവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന്, നിങ്ങൾ എന്ത് ധരിക്കണമെന്ന്, നിങ്ങൾ എവിടെ പോകണമെന്ന് മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം തിരയേണ്ടി വരത്തില്ല. പരിശുദ്ധാത്മവചനം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫോർ വാട്ട് അല്ലെങ്കിൽ വൈ എന്നുള്ളതാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം, ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടും. ഞാൻ ഇന്ന് ആഭരണം ധരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് ധരിക്കണോ വേണ്ടയോ എന്നെനിക്ക് ബോധ്യപ്പെടുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ്. അത് തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ കൂടെയുള്ള വിശ്വാസികളല്ല, എൻ്റെ പാസ്റ്ററല്ല, എൻ്റെ ശുശ്രൂഷകനല്ല, ഞാൻ തന്നെയാണ്. വ്യക്തിപരമായുള്ള ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവം എന്നോട് ഇടപെടും ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. ഇത് ഒരാളുടെ നിർബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ അല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും പരപ്രേരണയാൽ നിർബന്ധത്താൽ നാം പലതും വർജിക്കേണ്ടി വരുമ്പോൾ, പലതും അനുസരിക്കേണ്ടി വരുമ്പോൾ, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തെല്ലാം ചെയ്യണം, ഞാൻ ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവും ബോധ്യവും നമുക്ക് വരും. വൈ എന്ന ചോദ്യത്തിന് ഉത്തരം, ഫോർ വാട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതിന് ഉത്തരമായി എന്നുള്ളതാണ്. നിങ്ങൾ ആഭരണം ഇടുന്ന വ്യക്തിയാണോ, ഇടാത്ത വ്യക്തിയാണോ? ഞാൻ എന്തിനു വേണ്ടി ഇടുന്നു, അതിന്റെ ആവശ്യകത എന്തെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞു ചിന്തിക്കാൻ കഴിയുമോ? ഇനി ഉപേക്ഷിച്ച വ്യക്തിയാണോ, ഞാൻ അത് എന്തിനു വേണ്ടി ഉപേക്ഷിച്ചു, അതിന്റെ പിന്നിലുള്ള മോട്ടീവ്, പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വേറെന്നാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഞാൻ എന്ത് ചെയ്യണമെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും അതിന്റെ പർപ്പസ് എന്തെന്നും എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേർ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ ഏത് സഭയിൽപ്പെട്ടവനാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും എൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പൂർണ്ണമായി. പലപ്പോഴും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് തീരുമാനമെടുക്കാൻ വൈകിപ്പോകുന്നതും നമുക്ക് യഥാർത്ഥ ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാതിരിക്കുന്നതും. ഇന്ന് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുകയും ഞാൻ എന്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ആ അറിവുകൾ എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്നൊരു ബോധ്യവും ഒരു തിരിച്ചറിവ് എന്നിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് മറ്റൊരാളോട് ഒരു അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യകത വരുന്നില്ല. ആഭരണം ധരിക്കാതിരുന്നത് കൊണ്ട് സ്വർഗത്തിൽ എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആഭരണം ധരിച്ചത് കൊണ്ട് സ്വർഗത്തിൽ എത്തുകയില്ലെന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. ആഭരണം ധരിക്കാത്ത വ്യക്തികൾ എത്രയോ മ്ലേച്ഛകരമായ ജീവിതത്തിലാണ് ആഭരണം ധരിച്ചവരെ അപേക്ഷിച്ച് ജീവിക്കുന്നത്. തിരിച്ചും സംഭവിക്കാം. എന്നാൽ എന്ത് ധരിക്കുന്നു എന്ത് ധരിക്കാതിരിക്കുന്നു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എവിടെയാണ് ദൈവം ഇടപെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരും എന്നുള്ളതാണ് സത്യം. ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ ബാഹ്യമായ അനുഭവങ്ങളിലൂടെ പലപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്താനും വിശുദ്ധ ജീവിതം കാണിക്കാനും മോടിയും പുറങ്കച്ചയും കെട്ടി നാം ജീവിത അനുഭവങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം ഇടപെടുന്നതും ദൈവം നോക്കുന്നതും ബാഹ്യമായ അനുഭവങ്ങളെയല്ല, ആന്തരിക വിശുദ്ധിയാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ബാഹ്യമായ വിശുദ്ധിയും വേർപാടുമല്ല, ആന്തരിക വിശുദ്ധിയും വേർപാടുമാണ് ദൈവം അന്വേഷിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരമായി. പുറമെ മോടി കാണിച്ച് നല്ല വസ്ത്രമണിഞ്ഞ് ആഭരണം ധരിച്ച് നടന്ന് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനപ്പുറത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് മാറാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ധരിക്കണമെന്നോ ധരിക്കണ്ട എന്നല്ല, നിങ്ങൾക്ക് തന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ ആ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ബോധ്യം വരും നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ നടപ്പ് കണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി മാറട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ തലമുറകൾക്ക് നമ്മൾ ഒരു മാതൃകാ ജീവിതം നയിക്കുന്നവരായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയങ്ങളെല്ലാം എത്രയോ നിസാരമായ കാര്യമാണെന്ന് അറിയാമോ? ഈ നിസാര കാര്യങ്ങൾ നാം വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിപ്രധാനമുള്ള കാര്യങ്ങളെ അവഗണിക്കുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങൾ ആഭരണം ധരിച്ചത് കൊണ്ട് സ്വർഗത്തിൽ എത്തുകയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന എത്രയോ കാര്യങ്ങളാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു വ്യക്തിയെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുമോ? ഒരു വ്യക്തിയോട് സഹതാപം കാണിക്കാനും ക്ഷമിക്കാനും കഴിയുമോ? ഒരു വ്യക്തിയോട് കരുണ കാണിക്കാൻ കഴിയുമോ? നിങ്ങളുടെ സ്വഭാവത്തിൽ കോപത്തെ ഒഴിച്ചു നിർത്താൻ കഴിയുമോ? പദവികളും പത്രാസുകളും ഇല്ലാതെ ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് ദൈവം നിങ്ങളെ കുറിച്ച് സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ബാഹ്യമായ അനുഭവത്തിൽ എന്തുടുക്കുന്നു, എന്തിടുന്നു, എന്ത് ധരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങളുടെ അകത്തുള്ള മനുഷ്യൻ ആരാണ് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ആഭരണം ധരിക്കാത്ത വിശുദ്ധ ജീവിതമെന്ന് അഭിമാനിക്കുന്ന പലരും കോപം അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന, പലരെയും സ്നേഹിക്കാൻ കഴിയാത്ത, പലരുമായി സഹകരിക്കാൻ കഴിയാത്ത, ഇടപെടാൻ കഴിയാത്ത എത്ര ദുരനുഭവങ്ങളിൽ കൂടെയാണ് സഭ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീകരെന്ന് അഭിമാനിക്കുകയും ക്രിസ്തുവിന്റെ സ്വഭാവം അനുകരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയട്ടെ. നിസാര കാര്യങ്ങൾക്ക് അതിപ്രധാനമായ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് വളരെ വലിയ കാര്യങ്ങൾ നമ്മൾ ത്യജിച്ചു കളയുമ്പോൾ എത്രയോ ദാരുണകരമായ ആത്മീക ജീവിതത്തെയാണ് നാം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഭരണം ധരിച്ചു എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൽ എത്താതിരിക്കത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് എത്തുമോ? പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാനും ആവശ്യമില്ലാത്ത ചിന്തകളെയും തർക്കവാദങ്ങളെയും ഒഴിച്ചു നിർത്തി നമ്മുടെ ആത്മീക നിലവാരത്തെ ഉയർത്തുവാനും നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ ആത്മീക ഗോളങ്ങളിൽ നമ്മെ തന്നെ വിചിന്തനം ചെയ്യുമ്പോൾ പേരുകൊണ്ട് വിശ്വാസിയും ജീവിതം കൊണ്ട് ജഡീകനുമായി ജീവിക്കുന്ന എത്രയോ അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ ഉൾപ്പെടെ, നിങ്ങളെ ഉൾപ്പെടെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ സഭയിൽ പോകുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ശരി. എന്നാൽ ഒരു വിശ്വാസി എന്ന ലേബലിനപ്പുറത്ത് യഥാർത്ഥത്തിൽ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതലും ഒരു ജഡസ്വഭാവമുള്ള ജീവിത അനുഭവങ്ങളല്ലേ എന്നിൽ നിന്ന് പുറത്തു വരാറുള്ളത്. നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഹൂ ആം ഐ എന്ന തിരിച്ചറിവ്, ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് മറ്റുള്ളവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിയിട്ട് എന്നിലേക്ക് തന്നെ ഒരു തിരിഞ്ഞു നോട്ടം സംഭവിക്കും എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ തർക്കിക്കുന്നതും വാദിക്കുന്നതും ഈ സാര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ആത്മീക ജീവിതത്തെ ശുഷ്പിച്ച് കളയുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള വേവലാതിയും കാഴ്ചപ്പാടും നമ്മളിൽ അധികമായി വർദ്ധിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ എന്നെക്കുറിച്ച് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ
നോക്കുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്തായി തീരണം, ഞാൻ എങ്ങോട്ട് പോകണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ എത്തപ്പെടുമ്പോൾ മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചാലും അതിനെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള മുൻപോട്ടുള്ള യാത്ര ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗം കാണുന്നത് പോലെ വെള്ള തേച്ച ശവക്കല്ലറുകളെ എന്ന് യേശു വിളിപ്പേര് പോലെ നമ്മുടെ ജീവിതത്തിൽ പുറം മൂടി കൊണ്ട് എത്ര ഭംഗി കൂട്ടിയാലും അകത്ത് ശുദ്ധിയില്ലെങ്കിൽ, അകം വിശുദ്ധമല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾക്കെല്ലാം അപ്പുറത്ത് ജീവിത വിശുദ്ധിയിലേക്ക്, ഹൃദയശുദ്ധിയിലേക്ക്, ആന്തരിക വിശുദ്ധിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ അത് മതി. അവിടെയാണ് ദൈവപ്രസാദമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്, നിങ്ങൾ എന്ത് ധരിക്കണമെന്നും എന്ത് ധരിക്കരുതെന്നും, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും, നിങ്ങൾ ഏത് ചർച്ചിൽ പോകണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷകനല്ല, ഒരു സഭയല്ല, അത് നിങ്ങൾ തന്നെയാണ്. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾക്ക് ബോധ്യം വരും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. സഭയ്ക്ക് ചട്ടക്കൂടുകളുണ്ട്, സഭയ്ക്ക് നിബന്ധനകളുണ്ട്. എന്നാൽ ആ സഭയിൽ കൂടി വരുന്നിടത്തോളം നിങ്ങൾ അതിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്. അതിനെ മറുതലിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് ഒരു ശുശ്രൂഷകന്റെ സാന്നിധ്യത്തിൽ, അഭിപ്രായത്തിൽ തീരുമാനമെടുക്കുന്നത് നിങ്ങളാണ്. തീരുമാനം എടുപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് മറ്റ് വിഷയങ്ങളെല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ദൈവവുമായുള്ള ബന്ധത്തിലേക്കും ആന്തരിക വിശുദ്ധിയിലേക്കും അടുത്തു വരാൻ ഞാൻ ആവർത്തിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇതെല്ലാം സംസാരിക്കുന്നത് ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചോ, ഏത് ചർച്ചിൽ പോകണമെന്നതിനെ കുറിച്ചോ, ആത്മീക നിലവാരത്തിൽ ഏത് പദവികളിലേക്ക് എത്താം എന്നുള്ളത് അതൊന്നും അർത്ഥമാക്കിയിട്ടല്ല. നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായും എങ്ങനെയെങ്കിലും നിത്യതയിലേക്ക് എത്തുക എന്നുള്ളതിനാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ കംഫോർട്ട് ചെയ്യുന്ന ആത്മാവല്ല, നമ്മെ കറക്റ്റ് ചെയ്യുന്ന ആത്മാവാണ്. കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേദന വരും, സങ്കടം വരും, മുറിവുകളെ കെട്ടുന്നത് പോലെ അത് കരിയാനാണ് എന്നൊരു ബോധ്യം നമ്മുടെ അകത്ത് വരട്ടെ. പല സമയത്തും പലരും നിങ്ങളുടെ അടുക്കൽ വന്ന് സുഖവാക്കുകൾ പറഞ്ഞ് നിങ്ങളെ തൊട്ടും തലോടിയും ആശ്വസിപ്പിച്ചെന്ന് വരാം. എന്നാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ വേണ്ടി. എങ്കിൽ മാത്രമേ ആ നിത്യതയിലേക്ക് അവനോട് അനുരൂപപ്പെടാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ചില വേദനകളും ചില ശോധനകളും ചില മാനസിക ബുദ്ധിമുട്ടുകളും ചില എതിർപ്പുകളും വരുമ്പോൾ അതെല്ലാം നിങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണെന്നും അവനോട് അനുരൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ആ പ്രോസസ്സിലാണെന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ഒരു വിശ്വാസി എന്ന നിലവാരത്തിൽ, ആത്മീയ നിലവാരത്തിൽ ദൈവവുമായുള്ള ബന്ധത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിപ്രായങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. വിശ്വാസികൾ എന്ന് പറയുമ്പോഴും വിശ്വാസത്തിന് വ്യത്യാസമുണ്ടാകാം. ഓരോ സഭയിൽപ്പെട്ടവർക്കും പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, ആഴത്തിന് വ്യത്യാസമുണ്ടാകാം. എന്നാൽ വിശ്വാസത്തിന് വ്യത്യാസമുണ്ടെങ്കിലും ദൈവത്തിന് ഒരു ഭാവ വ്യത്യാസവും ഇല്ല, സ്വഭാവ വ്യത്യാസവും ഇല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് സഹവിശ്വാസികളെ നോക്കുന്നതിനപ്പുറത്ത്, ശുശ്രൂഷകരെ നോക്കുന്നതിനപ്പുറത്ത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ മാത്രം നോക്ക്. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ധരിക്കുന്നു, എന്ത് ധരിക്കുന്നില്ല, എന്തുടുക്കുന്നു, എന്തുടുക്കുന്നില്ല എന്നുള്ളതല്ല പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളുടെ ആന്തരിക വിശുദ്ധിയും നിങ്ങളുടെ അകത്തുള്ള മനുഷ്യനും എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ പറഞ്ഞു വരുന്ന ചിന്തകൾ ആഭരണം ഉപേക്ഷിക്കണമെന്നല്ല, ആഭരണം ധരിക്കണമെന്നല്ല, ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോർ വാട്ട് അല്ലെങ്കിൽ വൈ എന്നുള്ളതായിരുന്നു. അതിന് ഉത്തരം എന്തിനു വേണ്ടി എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക എന്നുള്ളതാണ്. നാം ധരിക്കുന്നത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ തീരുമാനമെടുക്കാനും നമുക്ക് കഴിയും. പലപ്പോഴും ആഭരണം ധരിക്കാതിരിക്കുന്നത് പലരുടെയും നിർബന്ധപ്രകാരമാണ്. പലരും ആഭരണം ധരിക്കുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും നമ്മുടെ ശരീരത്തിന് മോടി കൂട്ടാനുമാണ്. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിലേക്ക് ഇന്ന് തിരിഞ്ഞു ചിന്തിപ്പാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതോടുകൂടി ഒരു വാക്കുകൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, വാട്ട് എന്നൊരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആഭരണത്തെക്കുറിച്ച്. ആഭരണ വർജനം നല്ലതോ തീയതോ എന്നുള്ളതിനെ കുറിച്ച്. ഈ ആഭരണത്തിനെ കൂടെ നിങ്ങൾക്ക് മറ്റെന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ സിനിമ കാണുന്നത് തെറ്റാണോ? ഞാനൊരു നാടകം കാണാൻ പോകുന്നത് തെറ്റാണോ? ടൂറ് പോകുന്നത് തെറ്റാണോ? ഇങ്ങനെയൊക്കെ ഒത്തിരി ആത്മീകമായി നമ്മളെ
തടസ്സം സൃഷ്ടിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ഒരു ശുശ്രൂഷകരോട് ചോദിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും. എങ്ങനെ? ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ ആത്മാവ് നിങ്ങളുടെ അകത്ത് സംസാരിക്കും. കുഞ്ഞെ, നീ ചെയ്യുന്നത് ശരിയാണോ, നീ ചെയ്യുന്നത് തെറ്റാണോ എന്ന് ദൈവാത്മാവ് സംസാരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പലപ്പോഴും ഈ ദൈവിക ഇടപെടലുകൾ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ് ഒരു വലിയ പരാജയം എന്ന് പറയുന്നത്. അതിനെ മറികടക്കാൻ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും തീർച്ചയായും പരിശുദ്ധാത്മാവ് തന്നെ മറുപടി തന്ന് തൃപ്തിപ്പെടുത്തി നിങ്ങളെ മുൻപോട്ട് നയിക്കട്ടെ. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം പ്രകാരം പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവേഷ്ടം ചെയ്ത് വിശുദ്ധ ജീവിതത്തിന് ഉടമകളായി ജീവിപ്പാൻ, ദൈവനാമത്തിന് വേണ്ടി ജീവിപ്പാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.